ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഒരു പെപ്പർ ചിക്കനാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ചോറിനുമൊക്കെ പറ്റിയൊരു ഡിഷാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയ 2 കഷ്ണം കറുവപ്പട്ട, 2 ഏലയ്ക്ക, 3 ഗ്രാമ്പു, ചെറിയൊരു ഉണങ്ങിയ മുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. കുരുമുളക് എരിവ് കുറഞ്ഞതായതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ചൂടാക്കിയതിന് ശേഷം മിക്സിയിൽ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ. ഞാനിതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനാണ്, ചെറിയ പീസാക്കി വെച്ചതാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ ചിക്കനാണ്. അത് ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇത് ഫ്രൈ ആക്കാതെ വേണമെങ്കിലും പെപ്പർ ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കി തയ്യാറാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഓയിൽ ചേർത്തൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചിക്കനുമായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചേക്കുന്ന പൊടി 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇനിയൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. പകുതി ഫ്രൈ ആയാൽ മതി, നല്ലപോലെ അങ്ങ് മൊരിഞ്ഞൊന്നും പോകണ്ട. ഇപ്പോൾ ചിക്കൻ്റെ നിറമൊക്കെ മാറി ഒരു ഗോൾഡ് നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഒരു പാത്രത്തിലേക്ക് വാങ്ങാം. ഞാൻ സ്പൈസസ് ഒക്കെ ചൂടാക്കിയ ഫ്രൈ പാനിലേക്കാണ് ഈ ചിക്കനൊക്കെ വാങ്ങിയെടുക്കുന്നത്. ഇനി അതേ ഓയിലിൽ തന്നെയാണ് 3 സവാള, മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചിക്കനിലൊക്കെ ഉപ്പ് ചേർത്തതായതുകൊണ്ട് സവാളയിൽ അതിന് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. 3 പച്ചമുളക്. ഇനി 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില. ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല ഗോൾഡ് പരുവമായിട്ടുണ്ട് സവാള. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടിച്ച് വെച്ചേക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് നോക്കണം, എരിവ് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. കുരുമുളക് പൊടിയൊക്കെ പൊടിക്കുമ്പോൾ അതനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇത് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ട് ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷം ഒരു 20 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.